അപ്പൊ അത് പ്രശ്നമല്ല. കാരണം എന്താ, അത് അള്ളാഹ് കൊടുക്കുന്ന. അതേ ഞങ്ങളും പറയുന്നുള്ളൂ, മുഹിയുദ്ദീൻ ഷേഖിന്റെ കഴിവ് കൊണ്ടാണെന്ന് ആരും പറയുന്നില്ല, അള്ളാഹു നൽകുന്ന കഴിവ് കൊണ്ടാണ് എന്നും പറയുന്നത്. ഇനി ഞാൻ ഒന്നുകൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയുന്നു, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ വിരോധമുള്ളവരാണ് മുജാഹിദുകൾ. അള്ളാഹിനോട് തോർക്കണ്ട എന്ന് പറയുന്നത് മുജാഹിദുകളാണ്. എത്രത്തോളം പറഞ്ഞു എന്നറിയോ? ഒരാൾ നിസ്കരിച്ചു, കൂട്ടമായി നിസ്കരിച്ചു, എന്നിട്ട് നമ്മൾ ദ്വാരക്കാണ് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഏറ്റവും നല്ല ദുആ അല്ലാഹുവിനോട് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനെ നിസ്കാരത്തിന്റെ ശേഷം കൂട്ടുപ്രാർത്ഥന നടക്കുന്നതിനേക്കാൾ നല്ലത് വ്യഭിചരിക്കലാണ് എന്ന് ഒരു മൗലവി തട്ടിവിടുന്നുവെന്ന് കേൾക്കുക. അതിന് ഏറ്റവും ഇഷ്ടം ബിദ്അത്താണ്. ഒരു ചിന്ത ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ, ഒരാൾ പലിശ കൊടുക്കുന്നതിനേക്കാൾ, ഒരാള് ഈ നിലക്ക് അധർമ്മം പ്രവർത്തിക്കുന്നതിനേക്കാൾ, അളവിലും ദുഃഖത്തിലും കൃത്രിമം പ്രവർത്തിക്കുന്നതിനേക്കാൾ പിശാചിന് ഏറ്റവും ഇഷ്ടം നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള ഖുനൂത്താകുന്ന ബിദ്അത്ത്. ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ. സുബ്ഹാനല്ലാഹ്, ഇത് പറഞ്ഞവൻ KNM പ്രസിഡന്റ് അല്ല, സെക്രട്ടറി അല്ല. സമൂഹമേ, നിങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്നാണ് എനിക്ക് പറഞ്ഞതുകൊണ്ട്. പൊട്ടത്തരം പറഞ്ഞാൽ മനസ്സിലാവില്ല. മൂപ്പര് പറഞ്ഞു കേട്ടില്ലെങ്കിൽ സുബഹിക്ക് ശേഷമുള്ള കണ്ടാൽ, മറുഭാഗത്തൊരാൾ നമസ്കാരാനന്തര കൂട്ടുപ്രാർത്ഥന കണ്ടാൽ പിശാച് ഏറെ സന്തോഷിക്കുക. വ്യഭിചരിക്കുന്ന പ്രവൃത്തിയല്ല ഈ കൂട്ടുപ്രാർത്ഥന നടത്തുന്ന മുസ്ലിയാരെ കൊണ്ടാണ് എന്ന് പറയുന്നത് സുഫിയാനുൽ സൗരിയാണ്. പച്ചക്കള്ളാണ്. സുഫിയാനുൽ സൗരി പറഞ്ഞിട്ടില്ല. വ്യഭിചരിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് റബ്ബനാത്തിനാണ് കൂട്ടുപ്രാർത്ഥന നടത്തുന്നുണ്ട്. ഏറ്റവും നല്ലത് അത് വ്യഭിചാരമാണെന്ന് പറയുന്ന പ്രസ്ഥാനം മുജാഹിദുകളാണ്. സുഫിയാനുൽ സൗരി ഞങ്ങളുടെ നേതാവാണ്. ഞങ്ങളുടെ നേതാവിന്റെ ഒറ്റവാക്കിലും അത് പറയാൻ കാണിച്ചു തരാൻ കഴിയില്ല. ഇനി അടുത്ത ചോദ്യം ചോദിക്കുമ്പോൾ പറയാം. എന്റെ ചോദ്യം, ആ അപകട സമയത്തിൽ ആ വിളിച്ച ആൾക്ക്, ഇപ്പോ നേരത്തെ പ്രസംഗിച്ച ഉസ്താദ് പറഞ്ഞു അവസാനം മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോട് കൂടി മരിക്കാൻ തൗഫീഖ് തരണം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു മരിക്കാൻ നമുക്ക് ഭാഗ്യം വേണമെന്ന്. അത് എല്ലാ മുസ്ലിമീങ്ങളെയും അത് തന്നെയാണ് ഷഹാദത്ത് കലിമ. ആ പറഞ്ഞിട്ട് എന്തായാലും അപകടം സംഭവിച്ച ആ സുഹൃത്തിന് ഹോബിയായിട്ട് വന്നതാണ് മൊഹീദ്ദീൻ ശേഖ് തങ്ങളെ എന്ന് വിളിച്ചിട്ട്. ഈ സഹോദരന് അവസാനം മരിക്കുമ്പോൾ അപകടത്തിൽ മൊഹീദ്ദീൻ ശേഖ് തങ്ങളെ എന്ന് വിളിച്ചു, ആ സമയത്ത് മരിച്ചു. ആ സഹോദരന് ഷഹാദത്ത് കലിമ ആയിട്ടുണ്ടോ? രണ്ടാമത്തെ ചോദ്യം ഒന്ന് കഴിഞ്ഞിട്ട് ബാക്കിയാക്കാം ഇൻഷാ അല്ലാഹ്. ചോദ്യം അതാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ നേരത്ത് ഇസ്ലാം എന്ന് പുറത്തു പോകുന്നുള്ള പ്രശ്നം അതല്ല സുഹൃത്ത് ഉദ്ദേശിച്ചത്. അവസാനത്തെ വാചകം മുഹിയുദ്ദീൻ ഷേഖ് ആവൂലേ എന്നാണ് ഞാൻ പറയുന്നു. മുഹിയുദ്ദീൻ ഷേഖിനെയല്ലേ കാവൽ വിളിച്ചത്? കാവൽ വിളിച്ചാൽ കാവൽ കൊടുക്കുന്ന ആളാണ് മുഹിയുദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ മുഹിയുദ്ദീൻ ഷേഖിനെ വിളിക്കുന്ന മുഅ്മിനിന്റെ അടുത്ത് മുഹിയുദ്ദീൻ ഷേഖ് വരും. അത് വിളിച്ചാൽ അവിടെ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ മുഹിയുദ്ദീൻ ഷേഖിന്റെ കഴിവുകൊണ്ട് അല്ലാഹു അദ്ദേഹത്തിന് കഴിവ് കൊടുത്തിരിക്കും. അപ്പൊ നിങ്ങൾ സംശയിക്കണ്ട. മുഹിയുദ്ദീൻ ഷേഖെ കാക്കണേ എന്ന് പറഞ്ഞാൽ അങ്ങനെ മരിച്ചു പോകില്ല. ആ മുഹിയുദ്ദീൻ ഷേഖിന്റെ കാവൽ അപ്പ കിട്ടും. ഉടനെ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൂടി പറയും. അതും കൂടി പറഞ്ഞിട്ടേ അവൻ മരിക്കൂ. ഇതാണ് ഇതിന്റെ മറുപടി. ഈ ചോദ്യത്തിൽ എനിക്ക് ഉണ്ടായ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അതിന്റെ വിധി ഉസ്താദ് പറഞ്ഞാൽ, അതായത് എൻ്റെ ഉമ്മ ഹോസ്പിറ്റലിൽ അസുഖമായിട്ട് കിടക്കുമ്പോൾ, സീരിയസ് ആയിട്ട് കിടക്കുമ്പോൾ പനിയും വറയലും വന്ന് ഏകദേശം സക്കറാത്തിന്റെ സമയത്ത് ബദരീങ്ങളെന്ന് എൻ്റെ ഉമ്മ വിളിച്ചു. ബദരീങ്ങളെന്ന് വിളിച്ച് വിറച്ചിട്ട് പൊന്തി ബദരീങ്ങളെന്ന് വിളിച്ചങ്ങ് കിടന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉറക്കെ ഉച്ചരിച്ച് എൻ്റെ അമ്മ മരിച്ചു. ഇതിന്റെ വിധി എന്താണെന്ന് സാർ? അൽഹംദുലില്ലാഹ്, നമ്മൾ പറഞ്ഞതിൽ ഒരു അനുഭവം വിവരിച്ച എന്റെ സുഹൃത്തിന് നന്ദി. അതാ ഞാൻ പറഞ്ഞത്, ബദരീങ്ങളെ വിളിച്ചാൽ, മുഹിയുദ്ദീൻ ഷേഖിനെ വിളിച്ചാൽ അപ്പോൾ അവർ ഉടനെ ഇടപെടും. എന്നിട്ട് ആ ഇടപെടൽ കൊണ്ട് നമുക്ക് പറയാൻ കഴിയും ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ സഹായം. ആ സഹായം അവർ തരും എന്നതിന് അനുഭവം തന്നെ സാക്ഷിയാണ്. അഭിനന്ദനങ്ങൾ.